പ്രകൃതിയിലേക്ക് നോക്കി കുട്ടിക്ക് ആദ്യത്തെ പാഠം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു, 1 വയസ്സ് കഴിഞ്ഞ് മുണ്ടനൊക്കെ ചെയ്തു. പിന്നെ കുട്ടിയെ മടിയിലിരുത്തി ചോറ് ഉരുട്ടി ഒപ്പിയുടച്ച്, ഇപ്പൊക്കെ ഈ മൊബൈലല്ലേ, അത് വായിൽ തോണ്ടിക്കൊടുക്കുമ്പോൾ ഈശ്വര കഥകൾ പറഞ്ഞു കൊടുക്കുക, മഹാഭാരത കഥകൾ പറഞ്ഞു കൊടുക്കുക. കൂടെ എന്ത് ചെയ്യണമെന്നോ, പ്രകൃതിയിലേക്ക് നോക്കി ആ അണ്ണാൻ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിന് പുറത്തുള്ള 3 വര ശ്രീരാമചന്ദ്രൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം. അതുപോലെ മറ്റൊന്ന് എന്താ പറയുന്നത്, മാവ്, ഇപ്പം മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്, ചക്ക ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ, ആ മാവ് പൂക്കുന്ന സമയത്ത് കുഞ്ഞിന് കാണിച്ചു കൊടുക്കുക. ആ മാവിൻ്റെ ചില്ലകളെല്ലാം ഉയർന്നു നിൽക്കുന്നുണ്ടാവും. ഇനി അത് കണ്ണിമാങ്ങയും ഉണ്ണിമാങ്ങയും ഒക്കെ ആയി ഇങ്ങനെ ഭാരം കൂടി വരുമ്പോൾ ആ ചില്ല താന്ന് വരില്ലേ? പ്രകൃതിയിലെ ഒന്നാമത്തെ പാഠ. നമ്മുടെ പോക്കറ്റ് ഇങ്ങനെ നിറയുമ്പോൾ നമ്മുടെ തല എന്താ ചെയ്യുക അല്ലേ? പിന്നെ ആരെയും നമുക്ക് കാണില്ല, ഇങ്ങനെ നടക്കുള്ളൂ, താഴേക്ക് നോക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയല്ല, മാവ് സമ്പന്നനാകുന്നത് എപ്പോഴാ, അല്ലെങ്കിൽ പ്ലാവ് സമ്പന്നനാകുന്നത് എപ്പോഴാ? അതിന് നിറയെ മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ, ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ. നമ്മളും അത്രയും ഉയരത്തിലെത്തുമ്പോൾ, സാമ്പത്തികമായിട്ട് ഉയരുമ്പോൾ എന്ത് ചെയ്യണം? താഴ്മതാനഭ്യുന്നതി വിദ്യാ വിനയസമ്പന്നീ ബ്രാഹ്മണീ ഗവിഹസ്തിനി എന്ന് ഗീത പറയുന്നുണ്ട്. വിദ്യ ആർക്കേ ഉള്ളൂ? വിനയം ഉള്ളവനാണ് വിദ്യ. വിദ്യാർത്ഥി ആരാണത് അർഹിക്കുന്നത്? വിനയമുള്ളവന് മാത്രമേ വിദ്യ കിട്ടൂ എന്നാ പറയുന്നത്. ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ, ഇപ്പൊ ടീച്ചർ ഉയരത്താൻ, ഞങ്ങൾ കുറച്ച് ഏജ് ആയവരാ, താഴെ ഇരിക്കാൻ വയ്യ തോന്നിയാൽ കഴിഞ്ഞില്ലേ, ഇത്തിരി പോന്ന ആൽമരം നോക്കിയിട്ടുണ്ട്, ആൽമരത്തിന്റെ വിത്ത് ഇത്തിരിയുള്ളൂ, അത് മണ്ണിനടിയിൽ പോവാൻ തയ്യാറാവുമ്പോഴാണ് വളർന്ന് വടവൃക്ഷമാവാൻ അതിന് കഴിയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? വിനയത്തോടുകൂടി ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ അറിവ് ആരാണോ പകർന്നു തരുന്നത്, ആര് പറയുന്നു എന്നല്ല, എന്ത് പറയുന്നു അവിടെ ചെന്നിരിക്കാൻ തയ്യാറാവുക. അത് തന്നെ വലിയ കാര്യമാണ്. ഈശ്വരാനുഗ്രഹം ഉള്ളവർക്കേ അതിന് സാധിക്കൂ. ഇങ്ങനെ ആ ചില്ല താന്നു വരുന്നത് പോലെ നീയും സമ്പന്നനാകുമ്പോൾ എന്ത് ചെയ്യണം? താഴത്തേക്ക് നോക്കണം എന്ന പാഠം പറഞ്ഞു കൊടുക്കുക. രണ്ടാമതായിട്ട്, നമ്മുടെ കയ്യിലുണ്ടാവുന്നതെല്ലാം നമ്മൾ സമ്പാദിക്കുന്നു നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടില്ലേ. ദാനധർമ്മത്തെക്കുറിച്ച് നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് ആചരിക്കുന്നില്ല. ഈ മാവിനെ നോക്കൂ, ഒറ്റ മാങ്ങയെങ്കിലും എൻ്റെ മേലുണ്ടായതാച്ചിട്ട് ആ മാവ് കഴിക്കുന്നുണ്ടോ? ഇല്ല, എല്ലാം കൊടുക്കുകയാണ്. അപ്പം എന്താ, കൊടുക്കാനുള്ള ഒരു മനസ്സ് കുട്ടിക്ക് ഉണ്ടാക്കി തീർക്കുക. അതാണ് ഈ ദാനധർമ്മമൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ കയ്യിൽ കൊടുത്തിട്ട്, കൃഷ്ണനെ എങ്ങനെയാ നെല്ല് കൊണ്ടു കൊടുത്തത് അല്ലേ? അകത്ത് പോയി നെല്ല് വാരി നടക്കുന്ന വഴിയിലൊക്കെ കൊഴിഞ്ഞ് നെൽമണി പോയി 4 മണി മാത്രമാണ് കൊടുത്ത്. 4 മണി എത്ര ലക്ഷങ്ങളായി മാറി. ആ കൊടുക്കുന്ന കയ്യിൻ്റെ മഹത്വം എങ്ങനെ കൊടുക്കണം? തുറന്ന മനസ്സോടുകൂടി കൊടുക്കുക. ഈ വക ഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ആരാധിക്കുക.